പട്ടാപ്പകൽ പോലും കാട്ടാനയെ പേടിച്ച് റോഡിലൂടെ പോകാനാകില്ല. അതായിരുന്നു ചുണ്ടേൽ ഒലിവ് മല നിവാസികളുടെ മുമ്പത്തെ സ്ഥിതി. പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇതിലെ കടന്നു പോകുന്നത്. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ വാഹനങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രദേശവാസികൾക്ക് നേരെയും ഉള്ള വലിയൊരു ഭീഷണിയായിരുന്നു. അതായത് വെളുപ്പിനും രാത്രിയിലും ഒക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഒലിവ് മലയിൽ നിന്നിറങ്ങുന്ന കാട്ടാനകൾ ചുണ്ട, ചേലോട്, വൈത്തിരി മേഖലകളിലൊക്കെ ജനജീവിതത്തിന് ഭീഷണിയായപ്പോൾ പഞ്ചായത്ത് തന്നെ സമരത്തിനിറങ്ങി. പരിഹാരമില്ലാതെ വന്നപ്പോൾ മറ്റു മാർഗങ്ങൾ തേടി. പിന്നെ ഞങ്ങളൊരു പുനരാലോചന നടത്തി. ഇതിങ്ങനെ സമരങ്ങൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്നല്ലാതെ എന്തുകൊണ്ട് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചുകൂടാ എന്ന് ആലോചിച്ചു. മറ്റതിനെല്ലാം കാത്തു നിന്നാൽ ജീവനഷ്ടം ഉണ്ടാവുകയുള്ളൂ. ഇവിടെയുള്ള ആളുകൾ, എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. അങ്ങനെയാണ് ജനകീയ വേലി എന്ന ആശയം വന്നത്. പണം കണ്ടെത്താനായിരുന്നു അടുത്ത ശ്രമം. പഞ്ചായത്തിന് പണം നീക്കി വെക്കാനുള്ള നിയമപരമായി സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് ശ്രമിച്ചു നോക്കി. പക്ഷേ അതിനൊന്നും അംഗീകാരം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്കൊന്നിച്ച് ചെയ്തുകൂടാന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും സമീപിച്ചു. അങ്ങനെ അപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്നു. ചുണ്ടയിലെ ക്രിസ്ത്യൻ പള്ളി മുന്നോട്ട് വന്നു, ചേരോട്ടെ മുസ്ലിം പള്ളി മുന്നോട്ട് വന്നു, ചേരോട്ടെ എസ്റ്റേറ്റ് വന്നു, കുരിശപ്പേട് ഹോസ്പിറ്റൽ വന്നു, വ്യക്തികൾ വന്നു, റിസോർട്ടുകൾ സഹകരിച്ചു. വാർഡ് മെമ്പർമാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് മെമ്പർ ദേവസ്ചേട്ടൻ, ബിജേഷ്, പ്രസിഡന്റ്, ഇവരെല്ലാം ഭയങ്കര സഹകരണമായിരുന്നു. ഈ നാടിനെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി മുന്നോട്ട് ഇറങ്ങി കൂടെ എന്ന് അവർ വന്നപ്പോൾ അതൊരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചേലോട് എന്ന എസ്റ്റേറ്റ് ഇതിൻ്റെ കൂടെ ചേരുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കൈകോർത്തപ്പോൾ 5 ലക്ഷം രൂപ ചെലവിൽ 5 കിലോമീറ്റർ സോളാർ വേലി യാഥാർത്ഥ്യമായി. പൂർണ്ണമായിട്ട് ഏതാണ്ട് ഒരു 90% നിലവിൽ ഫലപ്രദമാണ്. ഇനി ബാക്കിയുള്ള കാര്യം കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതേതാണ്ട് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുന്നതാണ് ഈ പ്രദേശവാസികളുടെ ഒരു വിശ്വാസം. ഇതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ റോഡിലൂടെ നടന്നു പോകാൻ പോലെ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കേരളത്തിൽ തന്നെ അപൂർവമായിരിക്കും ഇങ്ങനത്തെ ഒരു സംവിധാനം തന്നെ. എന്തായാലും ഈ ജനകീയ വേലി ഇന്ന് കേരളത്തിനാകെ മാതൃകയാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.